ഹലോ വെൽക്കം ടു ഡോക്ടർ ടോക്സ്. അപ്പം നമ്മൾ വീഡിയോ ഇനി മുതൽ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോക്ക് പോയതാണല്ലേ. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനും കൊച്ചിനും ഒക്കെ ഓരോ അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുള്ള് റെസ്റ്റിലായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും ഒക്കെ ആയിരുന്നു. മൊത്തത്തിലാകെ ശോകമായിരുന്നു ഒരാഴ്ച. അതുകൊണ്ടാണ് എനിക്കൊന്നും വീഡിയോസൊന്നും ചെയ്യാനോ ഒന്നും പറ്റാത്ത. ഞാൻ കാര്യം പറഞ്ഞാൽ എഴുതിയൊക്കെ വെച്ച് എല്ലാം പ്രിപ്പയർഡായിട്ടൊക്കെ ഇരുന്നേച്ചാ, പക്ഷേ എനിക്കങ്ങ് തല പൊങ്ങുന്നുണ്ടായിരുന്നില്ല എണീക്കാൻ കട്ടിലേന്ന്. അത്രയ്ക്ക് ശോകാവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് എന്നാൽ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ നമ്മൾ പൂർണ്ണമായും ക്യൂറായിട്ട് എല്ലാം ചെയ്യാമെന്നൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കെപ്പം നടക്കുമെന്ന് അറിയത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു ബുക്കിൽ ഇവിടെ എഴുതി പ്രിപ്പയർഡാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗം, അതൊരു രോഗമായിട്ട് തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരാറുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഈ പ്രവാസികളായിട്ട് താമസിക്കുന്ന പ്രവാസികളായിട്ട് പുറമേയുള്ള കൺട്രീസിലൊക്കെ ഇങ്ങനെ താമസിക്കുന്ന, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒക്കെ ആൾക്കാരിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്ക് ഞാൻ എന്താ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഇതിലൂടെ കടന്നുപോയ ഒരാളാണ്. സോ എനിക്ക് തോന്നുന്നു എനിക്കിതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. എനിക്ക് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തന്നെ എടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹം ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ നമ്മുടെ നാഡീവ്യൂഹത്തിനും നമ്മുടെ മസ്തിഷ്കത്തിനും, അതായത് നമ്മുടെ ബ്രെയിനിനും ഉണ്ടാകുന്ന ഒരു അസന്തുലിതാവസ്ഥയെയാണ് നമ്മൾ ഡിപ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ അസന്തുലിതാവസ്ഥയാണ് ആക്ച്വലി രോഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മുടെ നാഡീവ്യൂഹത്തിനും മസ്തിഷ്കത്തിനും ഉണ്ടാകുന്ന ഒരു അസന്തുലിതാവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ഡിപ്രഷൻ ഇങ്ങനെ എല്ലായിടത്തും കേൾക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല. എല്ലാവരുടെയും ചിന്തയിൽ എന്തോ ഒരു മാനസിക രോഗമാണ്, അല്ലെങ്കിൽ എന്തോ ഒരു പറയാൻ കൊള്ളില്ലാത്ത എന്തോ കാര്യമാണ്, അങ്ങനെ ഒരു ചിന്തയാണെന്ന് തോന്നുന്നു പലർക്കും. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം ഈ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ മസ്തിഷ്കത്തിനും നാഡീവ്യൂഹത്തിനും വരുന്ന ഒരു അസന്തുലിതാവസ്ഥ, അതിനെ ബാധിക്കുന്ന ഒരു ഡീവിയേഷൻസ്, അതിനെ പറയുന്ന പേരാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെയാണ് ആദ്യം ബാധിക്കുന്നത്. നമ്മളെ ചിന്തകളെ ബാധിച്ച ഒബ്വിയസ്ലി അത് നമ്മുടെ പ്രവൃത്തികളിലേക്ക്, ചിന്തകളാണല്ലോ നമ്മുടെ പ്രവൃത്തികളായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ആ ചിന്തകളെ ഈ ഡിപ്രഷൻ ബാധിക്കുന്നതിലൂടെ നമ്മുടെ പ്രവൃത്തികളെയും ഇത് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ മൊത്തത്തിലുള്ള നിയന്ത്രണം ഈ രോഗമായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുതരമായ രോഗം തന്നെയാണ് സത്യത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുമില്ല. അത് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻലി സ്ട്രെസ്സ്, നമ്മുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള സ്ട്രെസ്സ്, ടെൻഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ലോൺലിനെസ്, അതായത് ഒറ്റപ്പെടലുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഡിപ്രഷൻ്റെ കാരണങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ്റെ വേറൊരു കാരണമാണ് ഓവർ അഫക്ഷൻ ഉണ്ടാകുമ്പം നമ്മുടെ ചിന്തകൾ ഒരു കാര്യത്തോട് കൂടുതൽ അഫക്ഷൻ കാണിക്കുമ്പോൾ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ എന്ന ഒരു വ്യാകുലത കൊണ്ട് ഈ ഡിപ്രഷൻ പലരിലും ഉണ്ടായി കാണാറുണ്ട്. അത് വേറൊരു കാരണമാണ് ഈ ഡിപ്രഷൻ്റെ. അപ്പോൾ ഓവർ അഫക്ഷൻ അല്ലെങ്കിൽ ഓവർ ലവ് ഒക്കെ
ഇപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഈ പ്രണയ നൈരാശ്യം കുട്ടികളിൽ അതൊക്കെ ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമൂലം പലരും ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ നിരന്തരം വായിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഈ ഡിപ്രഷൻ്റെ അതിൽ പെടുന്ന ഒരു കാരണങ്ങൾ തന്നെയാണ്. ഓവർ അഫെക്ഷൻ അഥവാ ഈ കൂടുതൽ സ്നേഹം കിട്ടിയിട്ടും കിട്ടിയ സ്നേഹം നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ളൊരു ഷോക്ക്, ഇതൊക്കെ നമ്മുടെ ഡിപ്രഷൻ്റെ. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ, അതായത് നമുക്ക് ഒന്നും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് ചിലവർ. അതുപോലെ തന്നെ ഒറ്റപ്പെടൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. മെയിൻലി അത് ഈ ഒറ്റയ്ക്കൊക്കെ ഈ ദൂരദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്, നമ്മുടെ വീട്ടുകാരുണ്ട്, നമ്മുടെ അപ്പനും അമ്മയുണ്ട്. പക്ഷേ ഇത്രയും ദൂരെ ആകുമ്പോൾ നമുക്ക് ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാണ്ടുള്ള അവസ്ഥകൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ ഡിപ്രഷൻ ഉണ്ടായി കാണാറുണ്ട്. പിന്നെ വേറൊരു ഡിപ്രഷൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കൊരു കാര്യം വേറൊരാൾ ചെയ്യുന്നത് ഇഷ്ടമല്ല, പക്ഷെ നമ്മളത് പറഞ്ഞിട്ട് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമുക്കത് അവരെ കൊണ്ട് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അവർ വേറെന്തോ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതോർത്ത് അങ്ങനെ മനസ്സ് വേദനിച്ച് അങ്ങനെ ഉണ്ടാകാറുണ്ട് ഡിപ്രഷൻസ്. അത് വേറൊരു കൈൻഡ് ഓഫ് കാരണമാണ്. നമ്മൾ ഹെൽപ്ലെസ് ആവുന്ന സാഹചര്യങ്ങൾ, ചില സമയത്ത് നമുക്ക് ഒരു ഹെൽപ്പ് എവിടുന്നും കിട്ടാനില്ല എന്ന് വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സത്യസന്ധത ആരും ബോധ്യപ്പെടുത്തുന്നില്ല, ആർക്കും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴും ചിലരിൽ ഡിപ്രഷൻസ് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഡിപ്രഷൻ മാറുമോ? അതായത് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്ത ഒരു മാനസിക രോഗമോ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ഒരു കാര്യമല്ല. നമ്മൾ ആദ്യം തന്നെ ഇപ്പം ഈ രോഗിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളിലുള്ള. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, എനിക്ക് ഇപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, അതായത് എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല, എൻ്റെ മനസ്സിനെ എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല, അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതിന് എന്നൊരു ബോധ്യം ഈ രോഗിക്ക് തന്നെ ആദ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഫസ്റ്റ് മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമ്മൾ നോക്കി ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിനെ നമുക്ക് 1, 2, 3 മാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വെറും 1 മാസം കൊണ്ടോ ഒക്കെ തന്നെ പലർക്കും ഇത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റി എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു വാസ്തവം. ഇനി ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ ഡിപ്രഷനുള്ള ആളുകളിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാകുക, അവർക്ക് എങ്ങനെ ഡിപ്രഷൻ്റെ പ്രോബ്ലം അവർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാകാമെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ള ആൻസർ മെയിനായിട്ട് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ദേഷ്യത്തെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം. പിന്നെ പെട്ടെന്ന് സഡൻ റിയാക്ഷൻസ് ഉണ്ടാകുകയാണ്. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ആ സാഹചര്യം പറ്റില്ല എന്നിങ്ങനെ മനസ്സിനെ, അവരുടെ മനസ്സ് ഓൾറെഡി ഇങ്ങനെ കോഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് എനിക്ക് പറ്റില്ല, ആ സാഹചര്യം എനിക്ക് കാണാൻ പറ്റില്ല, ആ സാഹചര്യത്തിൽ എനിക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ വെച്ചേക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും അങ്ങനെ ഒരു ഭാഗത്തു നിന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സെയിം ആക്ഷൻസ് ഉണ്ടാകുമ്പം നമുക്ക് മുന്നും പിന്നും നോക്കാതെ നമ്മളങ്ങ് റിയാക്റ്റഡ് ആയി പോകുന്നു. അത് ഒരു മെയിൻ സിംറ്റമാണ് ഡിപ്രഷൻ്റെ. പിന്നെ അടുത്തത് നിരാശ. അതായത് വെറുതെ അങ്ങ് സങ്കടം വരുന്നു, വെറുതെ ഇരുന്ന് കരയുന്നു, വെറുതെ എന്തൊക്കെയോ മനസ്സിനൊരു ആകുലതകൾ മനസ്സിൽ വരുന്നു. അതൊക്കെ വേറൊരു ഡിപ്രഷൻ്റെ സിംറ്റമായിട്ട് വരും. അടുത്ത കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റൂട്ടീൻസ് ഒന്നും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ. അതായത് നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകണം ജീവിതത്തിൽ, പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല, നമുക്ക് പറ്റുന്നില്ല, ഒന്നിനും ഒരു കംപ്ലീഷൻ കിട്ടുന്നില്ല, ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. അതൊക്കെ ഈ ഡിപ്രഷൻ ഉള്ള ആളുകളിൽ ഉണ്ടാകുന്ന സിംറ്റംസാണ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറ്റബോധം തോന്നുന്നു. വെറുതെ ഇങ്ങനെ ആലോചിച്ച് ഓരോ കുറ്റബോധം തോന്നുക. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തിരുന്ന് വീണ്ടും നീറി
ഇങ്ങനെ വേദനിക്കുക, ദുഃഖിക്കുക, ചുമ്മാ കരയുക. പിന്നെ അതേപോലെ തന്നെ ഫുഡ് നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരിക. പിന്നെ നമുക്ക് എന്തൊക്കെയൊക്കെ മനസ്സിനൊരു ഭയങ്കര ഒരു ഡീവിയേഷൻസ് മനസ്സിന് വരിക. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് ഡ്യൂട്ടി ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ വരിക. നമുക്ക് ആകെ അങ്ങ് സ്ട്രെസ്ഡ് ആയ പോലെ, ഒരു ടെൻസ്ഡ് ആയ പോലെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് വരിക. ഇതൊക്കെയാണ് ഡിപ്രഷൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. മെയിൻലി വുമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പീരിയഡ്സ് ടൈമിൽ അതോടനുബന്ധിച്ച ദിവസങ്ങളിലൊക്കെ ഈ സിംറ്റംസൊക്കെ വളരെയധികം കൂടും. അവരുടെ ഹോർമോണൽ ഇംബാലൻസ് ഓൾറെഡി ആ സമയത്തുണ്ട്. എന്നിരിക്കലും ആ സമയത്ത് ഈ ഡിപ്രഷൻ പേഷ്യൻസിൽ അവർ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ ഉള്ള മീൻസ് അങ്ങനെ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസികൾ, അതൊക്കെ ഈ ഡിപ്രഷൻസ് ഉള്ള ആളുകളുടെ ഇടയിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് ഡിപ്രഷനെ മറികടക്കാം. അതായത് മെയിനായിട്ട് ഇതിന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ പ്രയർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുക. ഈ ലോകത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്താലും അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ എടുക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആകെ വിശ്വസിക്കാൻ പറ്റുന്നത് ദൈവത്തെ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അപ്പം നമ്മൾ ദൈവമായിട്ട് അത് ഷെയർ ചെയ്യുക. ദൈവമായിട്ട് നമ്മുടെ ആശയവിനിമയം നടത്തുന്നതിനെ നമ്മൾ പറയുന്നതാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു മോസ്റ്റ്ലി എല്ലാ ഒരു 90% അല്ല, 90 അല്ല, ഞാൻ പറയുമ്പോൾ 100/100% നമുക്ക് ക്യൂറാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് പ്രയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പ്രയർ ചെല്ലാൻ അറിയാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാത്തവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ, യോഗ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിപ്രഷന് ഒരു പരിധിവരെയൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് ഒരു മെയിൻ കാര്യമാണ്. നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ തന്നെ പകുതി ഫ്രസ്ട്രേഷൻസും പ്രശ്നങ്ങളും ഉണ്ടാകും അല്ലേ. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ പ്രാർത്ഥനയിലൂടെ ഷെയർ ചെയ്യുമ്പോൾ ദൈവമായിട്ട് സംസാരിക്കുക. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വെക്കും എന്നുറപ്പുള്ള ആരോടെയുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പം തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും അവിടെ മാറും. കാരണം ലിസണേഴ്സ് ഇല്ലാത്തതാണ് മെയിൻലി ഒരു ഡിപ്രഷൻ്റെ വേറൊരു എന്താ പറയുക കാരണം എന്ന് തന്നെ പറയാം. ലിസണേഴ്സ് ഇല്ല. നമ്മൾ പറയുന്ന കേൾക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മറുപുറത്ത് ഒരാൾ ഇല്ല എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് ഡിപ്രഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുക. അപ്പം നമ്മൾ ആരെങ്കിലും നമ്മളെ ഷെയർ ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ ഡിപ്രഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ എൻഗേജ് ആകുക. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനാണ് ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുക. എനിക്കിപ്പോൾ എഴുതാൻ ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നുമില്ല, എനിക്കിപ്പോൾ വായിക്കാനാണ് ഇഷ്ടം, അപ്പം ഞാൻ വായിക്കുക. അപ്പോൾ എനിക്ക് എന്താണോ ഇഷ്ടം ആ കാര്യത്തിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആകുക. മറ്റു കാര്യങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക. നമ്മൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളെ നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയിലും ഈ ഡിപ്രഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം ആ സിറ്റുവേഷൻസ് വീണ്ടും നമുക്ക് അസുഖം വന്നു എന്ന് ഓർത്ത് മറ്റുള്ളവരത് അവരുടെ ആ നേച്ചർ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മാറ്റണം എന്ന് നിർബന്ധമില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, മനഃപൂർവ്വം അതങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. കാരണം അത് നമ്മുടെ കാര്യമല്ല എന്നങ്ങ് മനഃപൂർവ്വം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ആ സിറ്റുവേഷൻസിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അവരെന്തോ ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ലൈഫ്, നമ്മുടെ ഹാപ്പിനെസ്, അതിന് മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ മോശമാവേതല്ലോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നത് പാടില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് തിങ്ങി നിറയുമ്പോൾ നമ്മൾ
അതോർത്ത് ടെൻഷൻ അടിച്ച് വീണ്ടും നമ്മൾ ബാഡ് സിറ്റുവേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വം അവരെ വഴിക്ക് വിട്ടേക്കുക. അവരെന്തോ ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞു, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, നമ്മൾ അവരെ തിരുത്താൻ ശ്രമിച്ചു, എന്നിട്ടും അവർക്ക് അക്സെപ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫാണ്. നമ്മളതിൽ കൂടുതലായിട്ട് ഇൻ്റർഫിയർ ചെയ്യാതെ നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക, അവരെ വഴിക്ക് വിട്ടേക്കുക. അപ്പോൾ മനഃപൂർവ്വം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, നമുക്ക് നമ്മുടെ ലൈഫേ ഉള്ളൂ, നമ്മുടെ ഹാപ്പിനെസ്സിനാണ് മോസ്റ്റ് പ്രയോറിറ്റി, അത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിപ്രഷനിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ളവരുടെ, അതായത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് അത് നല്ലൊരു തെറാപ്പിയാണ്. മ്യൂസിക് തെറാപ്പി എന്ന് തന്നെ കേട്ടിട്ടില്ലേ? അപ്പോൾ മ്യൂസിക് കേൾക്കുന്നത്, നല്ല മോട്ടിവേഷണൽ ടോക്സ് കേൾക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല കോമഡി മൂവീസൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മളറിയാതെ തന്നെ മെല്ലെ മെല്ലെ ഡീവിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. നമുക്ക് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ഈ പറഞ്ഞ പോലെ കോമഡി മൂവീസൊക്കെ കാണുക, കോമഡി പാർട്സൊക്കെ ഉണ്ടാവില്ല ചെറുതായിട്ട്, ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാമല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുക. അങ്ങനെ നമ്മൾ ഒട്ടും മനസ്സിന് റെസ്റ്റ് കൊടുക്കരുത്. നമ്മൾ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കണം. അതും നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളിൽ കേട്ടോ, കൂടുതലായിട്ട് എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ നെഗറ്റീവ് സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയോട് കൂടുതൽ സമ്പർക്കം ഉണ്ടാകാത്ത രീതിയിൽ അത് ജസ്റ്റ് മെല്ലെ അവോയ്ഡ് ചെയ്യുക. നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്ത് നമ്മളെ ലൈഫ് ഹാപ്പി ആക്കാൻ പറ്റുന്നവരുമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷം തരുന്നവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാഡ് സിറ്റുവേഷൻസ്, ബാഡ് സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ആളുകളുമായിട്ട് കൂടുതൽ നേരം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, ഇനി മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡിപ്രഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എങ്ങനെ അതിനെ അതിജീവിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇനി പറയാം. അതായത് ഞാനൊരു ക്രിസ്ത്യനാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പ്രയറിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ 100% എന്നെ ഹെൽപ്പ് ചെയ്തത് പ്രയറാണ്. ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ പേഴ്സണലി ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാലോ. അതായത് ഞാൻ കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, ഉടമ്പടി എടുത്തേക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ മനസ്സ് ഡീവിയേറ്റ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയി തുടങ്ങി. ഞാൻ എനിക്ക് എൻ്റെ ലിമിറ്റായി, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അപ്പം തന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ അപ്പം തന്നെ കണ്ണും പൂട്ടി നമ്മുടെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്തു. അപ്പം തന്നെ എൻ്റെ മനസ്സും ശരീരവും മാതാവിന് സമർപ്പിച്ചു. എന്നെ കാത്തോണേന്ന് ഞാൻ ഇട്ടു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ. സീരിയസ്ലി ഇതൊരു ടെസ്റ്റിമണി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. കാരണം എനിക്ക് ആ പ്രെയർ ഇട്ട് ആ ഫസ്റ്റ് ഡേ ഞാൻ പ്രെയർ ചെയ്തതോടെ എൻ്റെ മനസ്സിൻ്റെ പകുതിയിലധികം ഭാരവും ഇറങ്ങിപ്പോവുക ചെയ്തത്. സീരിയസ്ലി അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ല. ഞാനിങ്ങനെ സിറ്റുവേഷൻസ് എന്നെ മാതാവ് ഒരുപക്ഷെ എന്നെ ശീലിപ്പിച്ച് തുടങ്ങിക്കാണും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ പ്രെയറാണ്. പിന്നെ അടുത്ത സെക്കൻഡ് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്തെന്ന് വെച്ചാൽ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് റേഡിയോ പോലെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് റേഡിയോ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതും കൂടെ ശ്രദ്ധിക്കുന്നവർ കേൾക്കാൻ എനിക്കുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അവരുണ്ടായത് കൊണ്ട് എന്നെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്തു. എനിക്ക് അങ്ങനെ ഒത്തിരി പേരൊന്നും ഇല്ല, എങ്കിലും ഉണ്ടായിരുന്നവരെന്നെ കേൾക്കാൻ മനസ്സായി, ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ എന്നോട് ഇങ്ങോട്ടേക്ക് എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്കതിൻ്റെ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് എന്നെ വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രെയർ ആൻഡ് ഷെയറിംഗ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ബാഡ് സിറ്റുവേഷൻസ്, അതായത് എന്നെ ഡിപ്രസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്ന
സിറ്റുവേഷൻസിനെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പഠിപ്പിച്ചു. അങ്ങനത്തെ ബാഡ് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ ഞാൻ മെല്ലെ അവോയ്ഡ് ചെയ്തു. അതെൻ്റെ കാര്യമല്ല, അത് വേറെ ആരുടെയൊക്കെയോ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കതിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ മനസ്സിന്, എൻ്റെ ഹാപ്പിനെസ്സിന്, എൻ്റെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അതാണ് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കിഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ മനസ്സിനോട് അത് ഓക്കെയാണ് സാരമില്ല, പോട്ടെ അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഈ പറഞ്ഞ പോലെ ഈ പ്രേയറും ഷെയറിങ്ങും ഒക്കെ വഴി എന്നിലേക്ക് വന്ന ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം അങ്ങനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനത്തെ അത് നമുക്ക് ഒരു പെട്ടെന്ന് ഇപ്പോൾ എനിക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്നിട്ടും പറ്റുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് ഗ്രാജുവലി അത് പറ്റും. മെല്ലെ അത് ശീലിച്ചാൽ മതി. അപ്പോൾ ഗ്രാജുവലി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റ് ഉണ്ട് ആയുർവേദത്തിൽ. അതായത് ഹിമാലയ എന്ന് പറയുന്ന കമ്പനി എല്ലാവർക്കും തന്നെ അറിയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഹിമാലയ കമ്പനിയുടെ ഒരു മെൻഡാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഈ ഡിപ്രഷന് മാത്രം ഉപയോഗിക്കുന്ന ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതിപ്പോൾ രോഗിയുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ എടുത്തത് എനിക്കത് കഴിച്ച എന്നെ അത് ഹെൽപ്പ് ചെയ്യൂ എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായി. കാരണം അത് മെൻ്റൽ സ്ട്രെസ് റിലീഫിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ ആ ടാബ്ലറ്റ് ഞാൻ ഓരോ ദിവസം വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച അത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേനുമാണ് ഞാൻ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ഗ്രാജുവലി നമുക്ക് അങ്ങനെ നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ പറ്റും. വേറൊന്നുമില്ല, ബി സ്ട്രോങ്. അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷനുള്ളൂ, ബി സ്ട്രോങ്. അതായത് നമ്മൾ സ്ട്രോങ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യത്തിന് തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിന് അയ്യോ അവരുടെ ലൈഫ് അങ്ങനെ ആകുമല്ലോ, ഇവരുടെ ലൈഫിന് അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ നിന്ന് ആദ്യമേ മാറ്റിക്കളയുക. നമ്മളുണ്ട്, നമുക്ക് ദൈവമുണ്ട്. അതിൽ കഴിഞ്ഞ് ആരെയും നമ്മൾ ബിലീവ് ചെയ്യേണ്ട, നമ്മൾ ആരെയും ട്രസ്റ്റ് ചെയ്യേണ്ട. ഈ ലോകത്തിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. ദൈവം തമ്പുരാനെ വരെ പിന്നെ മനുഷ്യർ കൂട്ടിക്കൊടുത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്കൊക്കെ എന്ത് വിലയുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെ സ്ട്രോങ് ആക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അല്ലാണ്ട് വേറെ ആരും അതിന് വേണ്ടിയിട്ട് നമുക്ക് വരില്ല. അപ്പം നമ്മൾ തന്നെ സ്ട്രോങ് ആയി നിൽക്കുകയാണെങ്കിൽ ഒരു പരിധി എന്നല്ല 100% തന്നെ നമുക്ക് ഡിപ്രഷൻ എന്നുള്ള അസുഖത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഇതിനുള്ളതെന്ന് ഞങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ്, മെഡിക്കേഷൻസ് അതൊക്കെ നമ്മൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ തളം വെക്കുന്നത്. ഇപ്പം നിങ്ങൾ നെല്ലിക്കാത്തളം എന്നൊക്കെ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു മോശം കാര്യമൊന്നുമല്ല. തലയ്ക്ക് തണുപ്പ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതൊരു മാനസിക രോഗികളിലും മെൻ്റൽ പേഷ്യൻസ് ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു ചിന്താഗതി ആദ്യം ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാറ്റണം, ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള തളം വെക്കുക, അതുപോലെ തന്നെ ശിരോധാര, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ആയുർവേദത്തിൽ അവൈലബിൾ ആണ് ഈ ഡിപ്രഷന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ചിലവർക്ക് പോസ്റ്റ് പ്രഗ്നൻസി ഭാഗമായിട്ട് ഈ ഡിപ്രഷൻ വരാറുണ്ട്. അവരും ഈ പറയുന്ന പോലെ മെൻ്റലി സ്ട്രോങ് ആകുക. മറ്റുള്ള ആൾക്കാർ പറയുന്നത് ഏത് നേരം ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരുടെ ലൈഫ് ഏത് നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും എവിടെയാണെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മൈൻഡ്, അത്ര ഒരു മെൻ്റൽ എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക.
അത്രയാണ് നമുക്ക് ഏത് രീതിയിലുള്ള ഡിപ്രഷൻ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ യോഗ, പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് നമ്മൾ പറയുകയാണ്, നമ്മളിപ്പോൾ പനി വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും അല്ലേ, അതുപോലെ തന്നെ ജലദോഷം, പനിയും ഛർദി ഒക്കെ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഡിപ്രഷൻ വന്നു അല്ലെങ്കിൽ മനസ്സിനൊരു അസ്വസ്ഥത വന്നു, അന്നേരം നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നതാണ് നിങ്ങൾ പറയുന്നത്? അതും ഒരു ഡോക്ടറാണ് അല്ലേ, സൈക്കാട്രിസ്റ്റ് ഒരു ഡോക്ടർ തന്നെയാണ്. അവരും രോഗികളെ ചികിത്സ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് തന്നെയാണ് അവിടെ. അല്ലാണ്ട് പനിക്കും ഛർദിക്കും ജലദോഷത്തിനും വേണ്ടി മാത്രം മരുന്ന് മേടിക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ രഹസ്യമാക്കി വെക്കുന്നു. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടൊരു അതെന്താണ് ആൾക്കാരുടെ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊക്കെ ഒത്തിരി ആൾക്കാർ മെച്ചപ്പെട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മാനസിക രോഗം എന്ന് പറയുന്നത് ഒരു തീരാവ്യാധിയോ മാറാവ്യാധിയോ അല്ല, അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു മാനസിക രോഗം, അത് വലിയൊരു സംഭവം അങ്ങനെ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പ്രോപ്പർ ഡോക്ടേഴ്സിൻ്റെ കൗൺസിലിങ്, അഡ്വൈസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുക, ഡോക്ടറെ ചെന്ന് കാണുക, നമ്മളെ കാര്യങ്ങൾ സംസാരിക്കുക. മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ മരുന്ന് കഴിച്ച് തന്നെ മാറ്റുക. അല്ലെങ്കിൽ അതൊരു വലിയ ആ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആയി പോകുമെന്നോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. പനി മാറുമ്പോൾ നമ്മൾ പാരസിറ്റാമോൾ കഴിച്ച് പനി മാറുന്നു, അതേപോലെ ഈ രോഗത്തിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ ആ രോഗം മാറുന്നു. അത്ര തന്നെ, അങ്ങനെ നമ്മൾ എടുത്താൽ മതി. സിമ്പിളായിട്ട് എടുക്കുക. പക്ഷേ എന്ന് വെച്ച് നമ്മൾ എന്താ പറയുക, ഇത് വന്ന അസുഖം വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കുറച്ച് നാൾ നമ്മുടെ മനസ്സിനെ ഓക്കെ ആക്കി വെച്ചു, അതുകൊണ്ട് വീണ്ടും ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അത് മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കുറച്ച് കാലം അങ്ങ് തുടർന്നു പോവുക, ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കുക അതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിപ്രഷനിൽ നിന്ന് രക്ഷ നേടാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കുറേ അനുഭവങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, മനസ്സിലാക്കി തരാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.